ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ യൂണിറ്റ് വളരെ പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചാലോ എന്നാ നോക്കിക്കോളാം. നമ്മുടെ ഓണം എക്സാമിന് രണ്ടാമത്തെ യൂണിറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്ന പോയും, അതുപോലെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ എന്നാ നോക്കിക്കോ. അതായത് ആദ്യം നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നുള്ള ചാപ്റ്റർ നല്ലോണം ശരിക്കും പഠിക്കുക. അപ്രിസിയേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ്. എമിലി ഡിക്കിൻസൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു പോയം എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, എമിലി ഡിക്കിൻസനെ കുറിച്ച് ജസ്റ്റ് കാര്യങ്ങൾ നോക്കി വെക്കുക. അമേരിക്കൻ പോയറ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത്, ഒരുപാട് പോയംസ് എഴുതിയിട്ടുണ്ട്. ആ പോയത്തിലൊക്കെ ആ പോയത്തിൻ്റെ തീം വരുന്നത് എന്തായിരിക്കും? അപ്പോൾ ഡെത്തോ, ഇമ്മോർട്ടാലിറ്റി, നേച്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ, ഇതിനെക്കുറിച്ചൊക്കെയായിരിക്കും സാധാരണ നമ്മുടെ എമിലി ഡിക്കിൻസൺ പോയംസ് എഴുതാറുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു വെക്കാം. സാർ ആ പോയത്തിലേക്ക് പോവുകയാണ്. ആ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഇതാണ്: ദ തീം ഓഫ് ദ പോയം ഈസ് ഹോപ്പ് ആൻഡ് ഇറ്റ്സ് പവർ. ഹോപ്പും അതിൻ്റെ പവറിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. അതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, ഈവൻ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് ഹോപ്പ് സ്റ്റേസ് വിത്ത് us ആൻഡ് ഗീവ് us strength without asking for anything in return എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ ഹോപ്പ് എന്ത് ചെയ്യും? എവിടേക്കും പോകില്ല. ഹോപ്പ് ഇങ്ങനെ മനസ്സിൽ തന്നെ സ്റ്റേ ചെയ്ത് നിൽക്കും. ആൻഡ് ഗീവ്സ് us, നമ്മൾക്കത് നൽകുന്നു, സ്ട്രെങ്ത് നൽകുന്നു, വിത്തൗട്ട് ആസ്കിങ്, ചോദിക്കാതെ, ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ, തിരിച്ചൊന്നും ചോദിക്കാതെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹോപ്പ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്ത്? പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു ബേർഡ് അല്ലേ. ഒരു ബേർഡിനോടാണ് ഹോപ്പിനെ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഈ പോയത്തിൽ നമ്മുടെ പോയറ്റ് കമ്പയർ ചെയ്യുന്നത്. ഇതിന്റെ മെസ്സേജ് എന്താ? ഹോപ്പ് ഈസ് എ ജെന്റിൽ ബട്ട് സ്ട്രോങ് ഫോഴ്സ് വിത്തിൻ us എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യമാണ്, പക്ഷേ എന്താണ്, ഭയങ്കര സ്ട്രോങ് ആണ്. മനുഷ്യനുള്ളിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണത്. ഇറ്റ് നെവർ ലീവ്സ് us, അത് ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് പോകില്ല. ഈവൻ ഇൻ പെയിൻ ഓർ ഫിയർ, നമുക്ക് വേദനകൾ ഉണ്ടെങ്കിലും പേടികൾ ഉണ്ടെങ്കിലും ഇറ്റ് ഹെൽപ്പ് us, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഗോ ത്രൂ ലൈഫ് സ്റ്റോംസ്, ജീവിതത്തിന്റെ സ്റ്റോംസ് എന്ന് പറഞ്ഞാൽ ശരി കൊടുങ്കാറ്റ് എന്നാണ്, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിയ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ ഹോപ്പ് നമ്മളെ സഹായിക്കുന്നു. ഭയങ്കര പോസിറ്റീവായ ടോണാണ്, കംഫർട്ടിംഗ് ആണ്, ഇൻസ്പയറിംഗ് ആണ്. ഇതിന്റെ ഈ പോയതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് റിതമിക് ആണ്, നല്ല താളുള്ള പോയമാണ്. ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് കേട്ടോ. മക്കളെ, ഇത് നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റിലെ സ്റ്റാൻസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യുക, പോയം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ശരിക്കും പഠിച്ചു വെച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോ സ്റ്റാൻസിലും പറയാം, നോക്കാം നമുക്ക്. ഹോപ്പിനെ എന്ത് ചെയ്യും നമ്മുടെ പോയറ്റ് ഒരു കിളിയോട് താരതമ്യം ചെയ്യുകയാണ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രതീക്ഷയെ ഒരു കിളിയോട് താരതമ്യം ചെയ്യുന്നു. അതല്ല, ആ കിളി എവിടെ റെസ്റ്റ് ചെയ്യുന്നു? എല്ലാ മനുഷ്യന്മാരുടെയും മനസ്സിൻ്റെ ഉള്ളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ആ കിളി പാട്ട് പാടുന്നുണ്ട്. ആ കിളി പാടുന്ന പാട്ടിന് എന്തില്ല, വരികളില്ല, പക്ഷെ ട്യൂൺ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ട്യൂണ് കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കര സമാധാനം വരും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ആ പാട്ട് ഒരിക്കലും അവസാനിക്കൂല. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, എന്ത് സംഭവിച്ചാലും, എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല, അതൊരിക്കലും എന്ത് ചെയ്യില്ല, ആ പാട്ട് മായില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ദ സോങ് ഓഫ് ഹോപ്പ് ഈസ് ഹിയർഡ് സ്വീറ്റസ്റ്റ് ഡ്യൂറിംഗ് ദ പവർഫുൾ വിൻഡ് ഓഫ് ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നുണ്ട്. അതിശക്തമായ ബുദ്ധിമുട്ടിന്റെ കാറ്റടിച്ചാലും എന്ത് ചെയ്യില്ല, ആ ഒരു മധുരമേറിയ പാട്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും നിലച്ചു പോകുകയില്ല. നമ്മൾ എത്ര പെയിൻഫുൾ സ്റ്റോം പറഞ്ഞിട്ട്, സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ഇവിടെ ഉദ്ദേശിച്ച സംഭവം എന്താ, ഡിഫിക്കൽട്ട് സിറ്റുവേഷനെയാണ് കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. ഏത് കൊടുങ്കാറ്റ് വന്നാലും ഭയങ്കര പവർഫുൾ ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, ഹോപ്പ് എന്ന് പറയുന്ന കിളി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ബേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, കംഫർട്ടഡ്, എൻകറേജ്ഡ് മനി പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു കിളിയാണെന്ത് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്ന കിളി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിലൊരു ബേർഡിനോടാണ് നമ്മളെ ഹോപ്പിന് എന്ത് ചെയ്യുന്നത്, പോയിട്ട് കമ്പയർ ചെയ്യുന്നത്. പിന്നെ ചില്ലസ്റ്റ് ലാൻഡ് സ്ട്രേഞ്ചസ്റ്റ്, ശരിക്കും നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ സ്ട്രേഞ്ചസ്റ്റ് സി എന്ന് പറഞ്ഞിടത്ത് എസ് റിപ്പീറ്റഡ് ആണ്, അതൊരു അലിട്രേഷൻ ആണ്. പിന്നെ ഇറ്റ് ആസ്ക്ഡ് ക്രംബ് ഓഫ് മീ എന്ന് പറയുന്നുണ്ട്. ക്രംബ് എന്ന് പറഞ്ഞാൽ സ്മാൾ പീസ് ഓഫ് പോർഷൻ സംതിങ്, എന്തിനെങ്കിലും ചെറിയ ഭാഗം, അതിനാണ് നമ്മൾ ക്രംബ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എക്സ്ട്രീമിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ എന്നുള്ളതാണ്. ചില്ലസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂൾഡസ്റ്റ്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഇതിന്റെ മീനിങ് സാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇനി ഇതിന്റെ പോയത്തിന്റെ മീനിങ് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് എന്താണ്, വേർഡിന്റെ മീനിങ് ആണ്. ശരിക്കും നോക്കി വെക്കാം. ജീവിതത്തിൽ ഏറ്റവും കൂൾഡസ്റ്റ് അല്ലെങ്കിൽ ഹാർഷസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടിയ സിറ്റുവേഷനിലും നമ്മുടെ കൂടെ ആരുണ്ടാവും, ആ ഹോപ്പ് എന്ന് പറയുന്ന കിളി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് എന്തോ ഒരു സാധനം സ്ട്രേഞ്ചസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വെദർ ഓൺ എ ലാൻഡ് ഓർ സീ, ഒരു ഭൂമിയിലോ ഒരു സീയിലോ, വെൻ എവർ ഐ ഫേസ് ഡിഫിക്കൽട്ടീസ്, എവിടെ വെച്ച്, ഇപ്പോൾ ഒരു ഭൂമിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതൊരു പ്രതലത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കടലിൽ വെച്ചിട്ടോ ഞാൻ എന്ത് ബുദ്ധിമുട്ട് ഫേസ് ചെയ്താലും എപ്പോഴും ഹോപ്പ് ഇവിടെ ഉണ്ടാവും, എൻ്റെ ഉള്ളിലുണ്ടാവും, അത് എന്നെ എപ്പോഴും കംഫർട്ട് ആക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ അതാണ് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഹോപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളോട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ഈ വരുന്ന 8ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള അപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്ന പോയത്തിൽ നിന്ന് ആയിരിക്കും. ഓക്കെ, ശരിക്കും പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ഹോപ്പിന്റെ അപ്രിസിയേഷൻ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് പോയിട്ട് കാണണം കേട്ടോ. സോ അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന ജെറോം എഴുതിയിട്ടുള്ള അടിപൊളി ഫണ്ണി ഭയങ്കര ഹ്യൂമറസ് ചാപ്റ്റർ ആണ് കേട്ടോ.
ജെറോം കെ ജെറോമിനെ പറ്റി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇംഗ്ലീഷ് അറിയപ്പെട്ട എഴുത്തുകാരനും ഒരു ഹ്യൂമറിസ്റ്റുമാണ്. ഹ്യൂമറിസ്റ്റ് എന്ന് പറഞ്ഞാൽ തമാശ രൂപേണ കാര്യങ്ങൾ പറയുന്ന വ്യക്തി. ദെൻ ബേൺ ഇൻ പുവർ ഫാമിലി, അതായത് അദ്ദേഹം ജനിച്ചത് എന്താണ്, ഭയങ്കര പാവപ്പെട്ട ഫാമിലിയിൽ ജനിച്ചു, ഒരുപാട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായ ഫാമിലിയാണ് ജനിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഓക്കെ, പ്രൊഫൈൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ആളാണ് ജെറോം കെ ജെറോം. അതുപോലെ തന്നെ നിങ്ങളോട് മേ ബി ഈ വരുന്ന എക്സാമിന് നിങ്ങളോട് പ്രൊഫൈലിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ജെറോം കെ ജെറോമിൻ്റെ പ്രൊഫൈൽ ആവാനും ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് മോഡലിലോ അല്ലെങ്കിൽ PYQലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോ അതോ മോഡൽ ക്വസ്റ്റ്യനിലോ അത് ചോദിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഓക്കെ, എന്തായാലും കഥ എന്ന് പറയുന്നത് നമുക്കൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പേരാണ് ജെറോം കെ ജെറോം നിങ്ങൾ ഡയറക്റ്റ് പറയുന്നൊന്നുമില്ല, നെരേറ്റർ എന്നാണ് പറയുന്നത്. കഥാപാത്രം എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നു. ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് പോകാൻ കാരണം ഹേ ഫീവർ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ആ രോഗത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് ഇയാൾ പോകുന്നു. അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, മെഡിക്കൽ എൻസൈക്ലോപീഡിയ എന്ന പുസ്തകം എടുക്കുന്നു. എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സർവ്വവിജ്ഞാനഘോഷം എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിലിംഗ് എന്തുണ്ടാവും ആ പുസ്തകത്തിലുണ്ടാവും. ഇയാൾ പോയിട്ട് എന്ത് ചെയ്യണം, ആ മെഡിക്കൽ എൻസൈക്ലോപീഡിയ എന്നുള്ള പുസ്തകം വായിക്കാണ്. ആ പുസ്തകം വായിക്കും എന്ത് ഫീൽ ചെയ്യും, ആസ് ഹി റീഡ്സ്, അദ്ദേഹം വായിച്ച സമയത്ത് ഹി സ്റ്റാർട്ട്സ് ബിലീവിംഗ് ഇൻ ഹി ഹാസ് എവരി ഡിസീസ് ലിസ്റ്റഡ് ഫ്രം ദ ടൈഫോയിഡ് ടു കോളറ എക്സെപ്റ്റ് ഹൗസ് മെയ്ഡ് നീ എന്ന് പറയുന്നുണ്ട്. ഹൗസ് മെയ്ഡ് നീ എന്നല്ലാത്ത എല്ലാ രോഗവും ആ എല്ലാ രോഗത്തിൻ്റെ സിംറ്റംസും ഈ ഒരു കഥാപാത്രത്തിന് ഉള്ള പോലെ ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. വിച്ച് അപ്സെറ്റ് ഹിം ഫസ്റ്റ് ഹി ഈവൻ തിങ്കിങ് ഹീസ് ഡൈങ്. അവൻ വിചാരിച്ചു ഞാനിപ്പോൾ മരിച്ചു പോകും. ഇതിൽ പറഞ്ഞ ഹൗസ് മെയ്ഡ് നീ എന്നല്ലാത്ത എല്ലാ രോഗവും എനിക്കുണ്ട്, എല്ലാ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും സിംറ്റംസും എനിക്കുണ്ട്, അതുകൊണ്ട് മേ ബി ഞാൻ മരിച്ചു പോകുന്ന എന്ത് ചെയ്തു, അയാളാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അദ്ദേഹത്തിന് തീരുമാനിച്ചു, ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. ഡോക്ടറെ കണ്ടത് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഹൗസ് മെയ്ഡ് നീ അല്ലാത്ത എല്ലാ രോഗവും എൻ്റെ എല്ലാ രോഗത്തിൻ്റെ സിംറ്റംസും എനിക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ അദ്ദേഹത്തെ നോക്കി, എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരു പേപ്പറിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ആ കഥാപാത്രം അതുമായി എങ്ങോട്ടേക്ക് പോയി, ഫാർമസിയിലോട്ട് പോയി. എന്നിട്ട് അദ്ദേഹം ഫാർമസിയിലേക്ക് പോയിട്ട് ഫാർമസിയിലെ ഫാർമസിസ്റ്റിൻ്റെ കയ്യിൽ എന്ത് ചെയ്ത് കൊടുത്തു, കെമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാർമസിയിൽ മരുന്നെടുക്കുന്ന ആൾ, അയാളെ കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു. അയാൾ അതിങ്ങനെ വായിച്ചിട്ട് എന്ത് ചെയ്തു, അയാൾ വായിച്ചിട്ട് പറഞ്ഞു ഇതിൽ മരുന്നൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളത് മരുന്നല്ല പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താ പിന്നെ അത് എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇതിലുള്ളത് മരുന്നുകളല്ല, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടോ. ഇതാ ഇവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാർമസിയിലുള്ള ആൾ, ഇതാണ് നമ്മുടെ കഥാപാത്രം. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതിൽ മരുന്നൊന്നും എഴുതിയില്ല, അതിൽ നല്ലൊരു ഹെൽത്തി ആയ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ബാലൻസ്ഡ് അടിപൊളിയായിട്ട് ഡയറ്റിൽ കൃത്യമായിട്ട് ഫുഡ് കഴിക്കണം, അതുപോലെ നല്ല അടിപൊളിയായിട്ട് വെള്ളം കുടിക്കണം ഓരോ മണിക്കൂർ കൂടുമ്പോഴും. 10 മൈൽസ് എല്ലാ രാവിലെയും നിങ്ങൾ ഓടണം, അതേപോലെ 11 മണിക്ക് കിടന്നുറങ്ങണം. സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് തിങ്സ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും എന്ത് ചെയ്യരുത്, ടെൻഷൻ ആവരുത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ നെരേറ്റർ, നമ്മുടെ കഥാപാത്രം എന്ത് ചെയ്തു, അയാൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. അങ്ങനെ ഫോളോ ചെയ്തത് കൊണ്ട് അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇത് ഭയങ്കര ഹ്യൂമറസ് ആയുള്ള കോമഡി ആയുള്ള സ്റ്റോറിയാണ്. ഷോസ് ഇത് കാണിക്കുന്നു ഹൗ വി സംടൈംസ് ഓവർ തിങ്ക് അവർ ഹെൽത്ത്. ചില സമയത്ത് ഓവർ തിങ്ക് അവർ ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് ചില സമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ നമ്മളെ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിക്കൂലേ, അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അത് മാത്രമല്ല അവൻ ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഇതൊരു സർപ്രൈസ് ആയിട്ടാണ് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ വന്നത്. അവനൊരു വല്ല മരുന്നും ആവും കരുതി, പക്ഷേ മരുന്നല്ല കിട്ടിയത്. ഇറ്റ് വാസ് നോട്ട് ഫോർ എനി മെഡിസിൻ അറ്റ് ഓൾ. അതിലൊരു മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് കോമൺ സെൻസ് ഉള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആൾ ഫോളോ ചെയ്യുന്ന ഒരു അഡ്വൈസുകളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ജെറോം ജെറോം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാപാത്രം റിയലൈസ് ചെയ്ത് തിരിച്ചറിഞ്ഞു അവൻ്റെ ഡോക്ടർ എന്താണ് ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു കാര്യം എഴുതിയതെന്ന് പറയുന്നുണ്ട്. ഫൈനലി ജെറോം എന്ത് ചെയ്തു, ഫാർമസിയിൽ നിന്ന് പോയി ഭയങ്കര പ്രതീക്ഷയോടെ പോയി. അദ്ദേഹം മനസ്സിൽ എന്ത് ചെയ്തു, ഒരു ഹാപ്പി ആയിരുന്നു പറയുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ യൂണിറ്റിലെ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചോ. ഇന്ന് രാത്രി ഈ വരുന്ന നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെയും പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിന് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് രാത്രി കൃത്യമായിരിക്കും പ്രഡിക്ഷൻ ലൈവ് ഉണ്ട്. പ്രഡിക്ഷൻ ലൈവിലേക്ക് വന്നോ, നിങ്ങൾ കേരളം കാത്തിരുന്ന ആ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് അടിച്ചു തരാൻ പോകും മക്കളെ. സമയം മറന്നു പോകേണ്ട, കൃത്യം 7:00